ഇവിടെ ഭർത്താവിനോட സ്വർഗ്ഗം ഇവിടെ നരകമാണ്, നമ്മളോട് നരകമാണ് പറയുന്നത്. അത് അച്ഛന്റെ വർത്താനം കേട്ടിട്ട് അറിയാതെ തന്നെ വായിന്ന് വീണ് പോയതാ. എന്തൊരു ബഹളം ഇവിടെ, റോട്ടിൽ നിന്ന് കേൾക്കാലോ. എങ്കിൽ പിന്നെ അവിടെ നിന്ന് കേട്ടാൽ മതിയായിരുന്നല്ലേ, എന്നിട്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവന്നത്. അവനെ വിളിക്കാറില്ല ഇപ്പൊ? വിളിക്കാറുണ്ട്, സുഖമായിട്ടിരിക്കണോടെ. ഒന്ന് ഓഫാണോ? ഓഫാണോ? ഓഫ്. നിങ്ങളോട് സംസാരിക്കാൻ വരണതിനെ ബോധമില്ലാത്തവര് വരും. നാളായിട്ട് മനസ്സിലായില്ലേ? ഈ അവസാന സദ്യത ഉണ്ടല്ലോ, എന്റെ അന്തമായിട്ടാണ് വന്നത്. പക്ഷേ മനസ്സിലായില്ലേ? അമ്മ സിദ്ധു പറഞ്ഞു ഇവിടെ നിന്നാ മതിയെന്ന്. ആണോ? എന്നാ മോള് നിന്നു. അളിയനെ അറിയാൻ ചേച്ചി അവിടെ നിന്ന് ശരിയാവില്ലെന്ന്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടല്ലേ. എന്താണ്? ഒന്നുമില്ല. നല്ല മരുമായി. അമ്മ ഇന്നലെ പടവലത്ത് പോയതല്ലേ? അമ്മയ്ക്ക് ഇന്നലെ വൈകുന്നേരം വരായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരായിരുന്നല്ലോ. കുട്ടമ്പള മാമനെ അസുഖിച്ച് കിടക്കല്ലേ, ഇപ്പൊ വരുമ്പോൾ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞ വിളിച്ചത്. അയ്യോ നിക്കണേ, ഞാൻ കണ്ടില്ലായിരുന്നു. പറവല്ല കുട്ടമ്പള വിളിച്ച് പറ, തട്ടിന്റെ ഒരുപാട് ഉണക്കത്തേക്ക് കിടപ്പുണ്ട്, എടുത്ത് ഉണക്കി ആട്ടി വെളിച്ചെണ്ണാക്കി തലച്ചോറാറ്റി കൊണ്ടുവരാൻ പറ. ഇന്നലെ നെയ്യാറ്റിങ്ങനെ അച്ഛൻ്റെ അടുത്ത് വിളിച്ചു പറയാം, നന്നായി ആട്ടാൻ അറിയാം. ചെന്ന് കയറി പറഞ്ഞു, അച്ഛൻ നന്നായിട്ട് പാനാട്ട് ചെന്ന് കയറി കൊടു. അല്ല പ്രായം കൂടുതൽ കുട്ടികളി കൂടിക്കൊണ്ടിരിക്കുകയാണോ? 5 ഒരെണ്ണത്തിന്റെ കല്യാണം കഴിഞ്ഞു ഇവിടെ കെട്ടിച്ചയച്ചുണ്ട്. അള്ളി പിടിച്ചെടുക്കാൻ വെള്ളി പോകാം. അച്ഛൻ വാങ്ങാൻ വേണ്ട. പച്ചക്കറി മീനൊക്കെ ഞാൻ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നോളാം. അതുപോലെ അമ്മ എല്ലാ ദിവസവും രാത്രി അച്ഛന്റെ ഫോൺ ചെക്ക് ചെയ്യണം. അച്ഛൻ ആരൊക്കെ വിളിക്കുന്നുണ്ട്, എത്ര നേരം സംസാരിക്കുന്നുണ്ട്, എല്ലാം ചെക്ക് ചെയ്യണം. അച്ഛൻ ഇപ്പൊ അത് മൊത്തം ഡിലീറ്റ് അറിയാം, കണ്ടില്ലേ ചിരി. ഒരുത്തൻ കണ്ട കളിച്ചുട്ടിന് നടക്കണം ഇപ്പോഴും. ഒരു പെണ്ണിനെ കൊണ്ടുവരാനായി അവന് മുറ്റി മുതുക്കനായില്ലേ, എന്ത് പാടോ. കട്ടകാലം പിടിച്ച പെണ്ണ് എവിടെ കിടപ്പുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടാ, ഒരു ദിവസം 2 നേരം ബാത്റൂമിൽ പോണ സ്വഭാവം എനിക്കുണ്ട്. അതച്ഛൻ എത്ര നേരം വേണമെങ്കിലും ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വേണത് കയറിയിരുന്നു. രാവിലെ തൊട്ട് രാത്രി കയറി അതിനോട് തിന്നണില്ലല്ലേ. ഒരു ചെറിയ കാര്യം കിട്ടി 2 പേർക്ക് പിടിച്ച് മോളോട്ട് പോവാൻ നല്ല മിടുക്ക. എനിക്കാണ് മിടുക്ക. അമ്മയ്ക്ക് വയ്യാത്തവാ. ഈ രാജീവൻ നാട്ടാറായിന്ന് പൈസ പേര് വെച്ച് മേടിച്ച് എന്നിട്ട് ഫിനാൻസ് കമ്പനി തുടങ്ങി. അത് പൊട്ടി. സുഷമാന്റെ 2 ലക്ഷം പോയി. 2 ലക്ഷം രൂപ. സുഷമാന്റെ മാത്രമല്ല, സുഷമാനിയുടെ വാക്കും കേട്ടോണ്ട് അമ്മയും കൊടുത്ത് പൈസ. 1 ലക്ഷം. തെറ്റാറ് കാണിച്ചാലും അച്ഛൻ പറയും, അതിന്റെ സ്വന്തം തന്തേരെ മുഖത്ത് കൈകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെറ്റാണെന്ന്. അതെപ്പോ പറഞ്ഞു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു. അതാണ് എപ്പോഴാ പറഞ്ഞേ? അത് പണ്ട് എപ്പോ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞു. അല്ല, ഇത് ഒരാഴ്ചത്തെ കണക്കിന്റെ കാര്യ പറഞ്ഞു. ഇല്ല, 1 ദിവസത്തേക്ക് 7 ദിവസത്തെ കണക്കല്ലേ എഴുതുന്നത്. കണക്ക് എത്തിക്കാൻ വേണ്ടി വന്ന് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അരിയോ? ഇല്ല, ഞാൻ സിമന്റ് ഇറക്കാൻ പോകണം.